ഞാനൊരു യാത്രയിലാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നും വെറും 4 കിലോമീറ്റർ അപ്പുറത്തേക്കൊരു യാത്ര. ചിലപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നമ്മളെ തേടി വരുമെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. എൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ട് കൂടുകൂട്ടിയൊരു വലിയ സ്വപ്നമായിരുന്നു വാരണാസി. ആ മണികർണിക ഘട്ടും ഗംഗാരതിയും അവിടുത്തെ ആത്മീയതയും ഒക്കെ നേരിട്ടൊന്ന് കാണണം എന്ന് ഒരു തീരാമോഹമായിട്ട് ഉള്ളിലങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷേ വിധി കാത്തു വെച്ചത് മറ്റൊന്നായിരുന്നു. വാരണാസി വരെ പോകാൻ എനിക്ക് കഴിയില്ലായിരിക്കാം, പക്ഷേ എൻ്റെ വാരണാസിയെ പ്രപഞ്ചം എൻ്റെ അരികിലേക്ക് എത്തിച്ചു. ഇതാ എൻ്റെ സ്വന്തം നാട്ടിൽ നിളയുടെ തീരത്ത് ആ പുണ്യ നദിക്ക് സാക്ഷിയായി ഒരു കുംഭമേള. ഈ ദീപക്കാഴ്ചകൾക്കിടയിൽ കണ്ണടച്ച് നിൽക്കുമ്പോൾ ഒരു നിമിഷം വാരണാസിയിലാണ് എന്നതുപോലെ തോന്നും. ദൂരെ എവിടെയോ തിരയുന്നതിനേക്കാൾ നമ്മുടെ മണ്ണിൽ തന്നെ ആ പുണ്യം ദർശിക്കാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായിട്ട് കരുതുകയാണ് ഞാൻ. ഭാരതപ്പുഴയുടെ ഈ ഓളങ്ങളിൽ ഞാൻ കണ്ടത് ഗംഗാനദി തന്നെയാണ്. മനസ്സ് നിറഞ്ഞാഗ്രഹിച്ചാൽ ദൈവം നമുക്ക് മുന്നിൽ വഴികൾ തുറക്കുമെന്നതിന് ഇതിലും വലിയൊരു തെളിവ് എനിക്ക് വേറെ പറയാനില്ല കേട്ടോ. മനോഹരമായൊരു നിയോഗം പോലെ ഈ നിമിഷം എൻ്റെ ഉള്ളിൽ എന്നും നിറഞ്ഞു നിൽക്കും. ഇവിടെ നിളയുടെ തീരത്ത് നിൽക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുവാണ്. വാരണാസിയിൽ ഞാൻ കാണാൻ കൊതിച്ച അതേ ദീപശോഭ, അതേ പ്രാർത്ഥനകൾ, അതേ ആത്മീയത, എല്ലാം എൻ്റെ കൊച്ചു കേരളത്തിൽ. ചില കാത്തിരിപ്പുകൾക്കൊടുവിൽ കിട്ടുന്ന സമ്മാനം ഇത്രമേൽ മനോഹരമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു മഹാഭാഗ്യം പോലെ ഈ കാഴ്ചകൾക്ക് സാക്ഷിയാകുമ്പോൾ ഉള്ളു തുറന്ന് ഞാൻ പറയട്ടെ, പ്രപഞ്ചം നമ്മളെ കേൾക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ വലിയത് നൽകാൻ അതെന്നും കാത്തിരിക്കുന്നുണ്ട്.